ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു പഴയ അപ്പാച്ചിയാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റ് കത്താത്ത കംപ്ലൈൻറ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അത് മാറ്റി വെക്കാം. അതിൻ്റെ വീഴും. ഹെഡ്ലൈറ്റ് ഓൺ ആണല്ലോ. അത് സ്വിച്ചിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, ലൂസ് കണക്ഷൻ. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് കണ്ടത് ഇവിടെ സ്വിച്ചിന് പ്രോബ്ലമാണ്. പഴക്കമുള്ള വണ്ടിയാണ്. ആദ്യത്തെ അപ്പാച്ചിയാണ്. ആദ്യം ഇറങ്ങി ഫസ്റ്റ് അപ്പാച്ചി എന്ന് പറഞ്ഞാൽ ഇറക്കിയില്ലേ, ആ സമയത്ത് ഇറക്കിക്കണ അപ്പാച്ചിയാണ്. പൊക്കം മറ്റേ അപ്പാച്ചിനെക്കാട്ടിയും പൊക്കം കുറവൊക്കെ ആയിരിക്കും ഇതിന്. ചെറിയ നല്ല വണ്ടിയാണ്. ഇപ്പോഴും പുള്ളി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് രണ്ടാമത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ ആ വണ്ടിയാണ്. നമുക്കൊന്ന് നോക്കാം. ഒറ്റടിക്ക് സെൽഫ് പോലെ എടുക്കുന്നുണ്ട്. നല്ല വണ്ടി ഇതാണ്. എല്ലാം വർക്കിങ്ങാണ്. ഇടയ്ക്ക് വർക്ക് ചെയ്യില്ല. സ്വിച്ചിൻ്റെ കുഴപ്പമാണ്. അണക്കുമ്പോൾ പോകണണ്ട. ഇത് കണ്ട, സ്വിച്ച് അണക്കുമ്പോൾ പോയി അണക്കുമ്പോൾ വരും. ഇവിടെ അണക്കുമ്പോൾ കണ്ട, ഇവിടെ നോക്കി ഈ വയറ് കണ്ട, ഇവിടെ ഈ വയറിൻ്റെ അവിടെ എന്തോ പൊട്ടിയൊക്കെയാണ്. അണക്കുമ്പോൾ പോകണണ്ട. കണ്ട, ഇടയ്ക്ക് വരുമ്പോൾ പോകും. അത് മാറ്റിക്കളയാം. സെൽഫ് നിറക്കണതിന് കുഴപ്പമില്ല. സെൽഫൊക്കെ തൊട്ടുമ്പോൾ തന്നെ ഷാട്ടാണ്. ഈ പഴയ വണ്ടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് അയച്ച് ശരിയാക്കാൻ ഉപകാരപ്പെടും. ഇതിൻ്റെ അടിയിലും ഒരു ബോൾട്ട് ഉണ്ട്. ഇതെവിടെയായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ തന്നെ ഇവിടെ ബോൾട്ട് ഉണ്ട്. ഇവിടെ വേറെ ഈ ബോൾട്ട് ഞാൻ ബോൾട്ട് വരില്ല. താത്തിയിട്ടായി.
ഇതാണ് പുതിയ സ്വിച്ച്. ഇതാണ് വെക്കാൻ പോണം. ഇതൊക്കെ കളറ് പോയി ഭംഗിക്കുറവായിട്ട് ഇങ്ങനെ. പുതിയ സ്വിച്ച് 2 സ്ക്രൂവിൻ്റെ അടിയിലുണ്ട്. ഇത് സ്വിച്ച് വെച്ചപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായി. വയറ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ കണക്ഷൻ കൊടുത്ത് വർക്കിംഗ് ആയി. എന്താ ഹെഡ്ലൈറ്റ് ഓക്കെ ആയി. ഈ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു, അപ്പോൾ അത് മാറി വെച്ചിട്ടുണ്ട്. എന്താ ഓക്കെ. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഈ അന്ന് നേരത്തെ കാണിച്ച പോലെ 2 ബോൾട്ടും താഴത്തൊരു ബോൾട്ടും ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഈ അപ്പാച്ചിയുടെ ഹെഡ്ലൈറ്റ് സ്വിച്ച് മാറുന്ന വീഡിയോ ഇതാണ്. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്യും. താങ്ക് യു. അടുത്ത വീഡിയോ